ഇവിടെ പോവാണ്. പുറങ്കാലുകൊണ്ട് തന്ന നീ ചളിങ്ങി പോകട്ടാ. അങ്ങനെ അവിടെ കേട്ടോ വിശ്വനാഥ, അനന്തന്റെ വീറും വാശിയും നേരിട്ട് കണ്ടാലേ നിനക്കും മനസ്സിലാവും. അല്ല എന്ന് വെച്ച് ഞാൻ പേടിച്ചോ? ഇല്ല. എന്റെ നേർക്ക് പാഞ്ഞു വന്ന അവനെ എല്ലാട്ട് പറഞ്ഞ നോക്കി ചൂണ്ടി അവിടെ ഞാൻ ഇവൻ പേടിച്ചൂടെയാണെങ്കിലും എങ്ങനെ അവൻ തളച്ചു കേട്ടോ. കളിയാക്കണ്ടാനെ, ഇത് പുഴല്ല, സത്യം. ഇതങ്ങനെ ഇത് അപ്പലാണ് സത്യം. ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറത്തിച്ചുകൊണ്ട് ഓടിയത് നിന്റെ ആശെ പരുന്തുഭാവത്തിനാ, ഞാൻ ഓർത്തില്ല. ഇനി എന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറത്തിക്കാതെ ഞാനും ചെറുതായിട്ടൊന്നും ഓടി. അത് ഓടിയത് കൊണ്ടാ താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞി വെച്ചും ആനയെ കുളിപ്പിച്ചും പനമ്പട്ട വെട്ടിയും താൻ ഇങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കണ പാപ്പാൻ ചളിയാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ എമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണതിന് മുമ്പ് തനിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പന്റെ പണി നോക്ക്. ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതായി ആനപ്പന്തിൽ നിയമം. നടവയ്ക്കാനെ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നെറിയുള്ള ആനയും ഇടയും. അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത്. കേട്ടോ? എന്ത് സാധനം? അയ്യോ ആന! ഓയ്യോ ആനപ്പുണ്ടി! എവിടെ നോക്കിയാടോ? ആരാണ് ഈ പണ്ടാറക്കാലം ശാസ്ത്രത്തിൽ കാവലെടുത്തേ? अरे ओ वीरप्पन जी, इधर आओ बेटा. ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ, അലിയൻ പ്രമാണിയതായിരുന്നോ? എങ്കിൽ 2, 3, 4 ഹാത്തികളെ ഷാപ്പിന് മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേര ഹാത്തി. നെയ് നെയ്, ഹാത്തി മേരാ സാത്തി. അച്ഛാ 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 അച്ഛാ. ലവനപ്പാ, ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോയി നേരത്തെ. ഇന്ന് എന്റെ കാക്കയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, വാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ഇന്നത്തെ എല്ലാ ചെലവുകളും വാവച്ചനാശാന്റെ വക. ഞാനതങ്ങ് മറന്നുപോയി. എടാ, എന്റെ പുന്നാര പെങ്ങടെ പിറന്നാളിന്റെ കാര്യമാ പറഞ്ഞേ. എന്നാലേ ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ഞാനും വരുന്നളയാ. അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി പണങ്ങാൻ. പൊന്നരാ, നീ ആനയൊന്നും തുളച്ചേര്. ധന്യവാദ്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചതിനും ഒക്കെ? ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ, ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. എന്താ ഇത്? തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. നല്ലേതോടാ. കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന. ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. ഓ, കൊച്ചിയിൽ 6 പേരെ കുത്തിമലർത്തിയ കൊച്ചു കേശവനെ തളച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? ചാരായം വേണ്ട ശിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ എന്താണ്? കഷായം. കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ. തുറക്ക്. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്. ചാരായം. ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം ഏത് ചട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്? ആനക്കാരൻ കുടിക്കരുതെന്നാ ചട്ടം, മനസ്സിലായോ? അടപ്പ.
എന്റെ മോനാ ചന്ദ്രൻ. പാപ്പാൻ പണി വയ്യാഞ്ഞിട്ട് ഡ്രൈവറാവാ നടക്കുക. അറിയില്ലേ പുതിയ പാപ്പാൻ അച്യുതൻ? ആ കേട്ടു. കുടിക്കുന്നതാണ് എന്റെ ചട്ടം. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാ കൊമ്പനാന. ഞാനൊക്കെ ചുരുക്ക ആന. അത്തന്നെ അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി എന്ന ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ട. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ മാറി കഴിഞ്ഞാൽ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറും. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറിയേട്ടാ. പൊന്നു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറയ്ക്കുന്നു. മോനെ എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് 2 ദിവസം മുമ്പ് കയറിയിട്ടായിരുന്നു അല്ലേ. അധികം തിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ട്. ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. അനാവശ്യം പറയുന്നു. ഇവനെ വേറൊരാളുടെ മുഖത്ത് പോലും നോക്കാത്തതാണ്. അതെല്ലാം അച്യുതൻ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ല. എന്നാലും എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല വെട്ടുകളി. അച്യുതൻ രാധയെ കെട്ടാൻ പോണമെന്നോ മൂപ്പസ്ഥാനം ഏറ്റെടുക്കാൻ പോണെന്നൊക്കെ ഞാൻ വളരെ വൈകിയല്ല അറിഞ്ഞത്. ഇപ്പൊ പന്തിയിലും കവലയിലും അങ്ങാടിയിലും ഒക്കെ പാട്ടല്ലേ. മൂപ്പനൊക്കെ വന്ന് ശിവന് വാക്ക് കൊടുത്തിരുന്നല്ലേ. എന്ന് പറഞ്ഞ കൊമ്പത്തെ പാപ്പാൻ അച്യുതനുള്ളപ്പോ കൊച്ചുപാപ്പാനായ ശിവൻ എവിടാ സ്ഥാനം? എന്റെ സ്വന്തം അനുജനാണ് ശിവൻ. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശത്രുത കൊണ്ടാണെന്ന് അവൻ. പാവം ശിവൻ, പഞ്ചപാവം. ശിവ, ഈ പറയണൊക്കെ സത്യമാണോ? എന്ത് തോന്നിയാസമാകാന്നല്ലേ? ആരുടെ പിണ്ടം വെക്കാൻ പോയി കിടക്കായിരുന്നു താനിതുവരെ? പിണ്ടം വെക്കാനല്ല, പിണ്ടം വാരാൻ പോയത്. എന്താ വെക്കണോ? തമാശ അല്ല, കാര്യമാണ്. മഴപ്പട്ടി ഞാൻ ബാക്കി തരണം പട്ടി. എനിക്ക് ശത്രുവാച്ചൻ അവളാരാ? എന്നെ കെട്ടോളോ? കെട്ടിയവളാണോ കെട്ടാത്തവളാണോ ഇനി കെട്ടാൻ പോണവളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ അച്ചുവേട്ടന്റെ പിണക്കം തീർന്നിട്ടില്ല എന്ന് കരുതി കെട്ടിത്തൂങ്ങി ചാവുമെന്നാ ഗൗരി പറഞ്ഞിരിക്കുന്നത്. ഗൗരി പറഞ്ഞതാ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്തോ. കരിങ്കല്ല നിങ്ങളുടെ മനസ്സ്. ഒരു പാവപ്പെട്ട പെണ്ണ് സ്നേഹത്തോടെ തന്നേറ്റ സമ്മാനം നിഷ്കരണം വലിച്ചെറിഞ്ഞു. ദുഷ്ടൻ, കഷ്ടം. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പന്തിയിൽ വന്ന് വിളിച്ചുപോയി അവളുടെ ഒരു സമ്മാനം. ആർക്കും ഒരു തെറ്റ് പറ്റും, അതേ ഗൗരിക്കും പറ്റുള്ളൂ. ഇനി ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ അതേപോലത്തെ 2 ജുബ്ബ വാങ്ങിച്ചു തരാൻ പറയാം.
ഗൗരി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി അച്യുതൻ പാപ്പാനായിരിക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചു. മേലെ അവളുടെ വക്കാലത്തോണ്ട് എന്റെ അടുത്ത് വന്നാ അറിയാമല്ലോ അച്ഛനെ. അച്യുതാ, ദേ, കളി കാര്യമായി. ഗൗരി കെട്ടിത്തൂക്കി ചാവാൻ പോകും. വേഗം ചെന്ന് രക്ഷിക്കാൻ ചെല്ല അച്യുതാ. അല്ല അച്യുതാ, ആ ഹതഭാഗ്യ രക്ഷിക്കാൻ വേഗം വേഗം. സമയം പോടും അങ്ങോട്ട് ചെല്ലു. എടാ, ഒരു പെരട്ട DFO വിചാരിച്ചാലൊന്നും ഈ വീരപ്പനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. തെക്കന്റെ സ്വന്തം ആളാണ് ഞാൻ. അറിയാമൂടാ പുന്നാര മോനെ. എടാ കാറിന്റെ ആരാടാ ഈ തെക്കൻ? ഈ തെക്കൻ നിന്റെ അപ്പൻ കൊച്ചാപ്പയുടെ ചിറ്റപ്പന്റെ വല്യപ്പനോ? ഏഴപ്പാളി തെണ്ടി, നീ ഇപ്പൊ പാതി സസ്പെൻഷനായിരുന്നു. കഴിഞ്ഞത് മുഴുവൻ സസ്പെൻഷനാവും. നീ തെണ്ടി കുത്തുവാളി എടുക്കണ ചത്തണ്ടി. സ്വർണ്ണത്തുമ്പി കൊമ്പനാണ്. സത്യം സത്യം